ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ പാക്കിംഗ് ഡേ ആണ്. ചെടികളെല്ലാം നമ്മൾ പാക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മളെങ്ങനെയാണ് പാക്ക് ചെയ്യണേന്നുള്ളത്. നമ്മൾ നേരത്തെ ചെറിയ കവറുകളിലാണ് പിടിപ്പിച്ചിരുന്നത്. അപ്പം അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ മണ്ണ് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പഴയ രീതിയിൽ, അതായത് നേരത്തെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കപ്പിൽ പിടിപ്പിച്ചാണ് പ്ലാന്റ്സ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ലെവലിലാണ് നമ്മളിപ്പം പ്ലാന്റ്സുകളെല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ രീതിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു വ്യക്തതയായിട്ട് അത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പാക്കിങ് തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഇന്നലെ ഞാൻ കാണിച്ചത് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് കപ്പിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ്, എല്ലാവർക്കും കണ്ടാലറിയാം. അപ്പം റൂട്ടൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കസ്റ്റമറിന് നമ്മൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്തത് കേട്ടോ. ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പാക്കിങ്ങിനായിട്ട് ചെടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇന്നലെയാണ് ഞാൻ നനച്ചത് കേട്ടോ. ഇന്നിപ്പം ഇത് നനച്ചിട്ടില്ല. അപ്പം അത്യാവശ്യം മണ്ണ് ഡ്രൈ ആയി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഒത്തിരി നമ്മൾ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സ് പൊതിഞ്ഞാണ് വിടുന്നത്. അപ്പോൾ അതിനകത്തിരുന്ന് ആവിച്ച് ചിലപ്പം ഇതിൻ്റെ ചീച്ചിലിനൊക്കെ ഇടയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ നനച്ച് വെച്ചു, ഇന്ന് നമ്മൾ നനച്ചിട്ടില്ല. അതിന് പകരമായിട്ട് പേപ്പറുകൾ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഈർപ്പം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ചോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം DTDC ഇപ്പം കുറച്ച് താമസിച്ചൊക്കെയാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ പ്ലാന്റ്സുകൾ എത്തുന്നത്. രണ്ടാമത്തെ ദിവസം കിട്ടേണ്ടവർക്ക് മൂന്നാമത്തെ ദിവസമൊക്കെയാണ് കിട്ടുന്നത്. അപ്പം ലേറ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് പ്ലാന്റ്സിന് വെള്ളമില്ലാതെ ഉള്ള രീതിയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ നനച്ച് വെക്കുന്നത്. അത് നല്ല രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ഇത്തവണയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ കപ്പ് ഇതേപോലെ മുകളിൽ നിന്നും താഴത്തേക്ക് കീറിയിട്ട് സൈഡ് വശത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പേപ്പർ വെച്ച് കൊടുത്ത് റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നനഞ്ഞ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഇട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോയിലോ അല്ലെങ്കിൽ ഈ ഒരു റൂട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള അനക്കവും പറ്റത്തില്ല. എങ്ങനെ എടുത്തിട്ട് മറിച്ചാലും ഇതിനൊരു അനക്കവും ഒന്നും വരില്ല. ഇങ്ങനെ ഇട്ട് കുടഞ്ഞാൽ പോലും ഒരു പ്രശ്നവും വരത്തില്ല. ആ ലെവലിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നനഞ്ഞ പേപ്പർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഈർപ്പവും ഇതിനകത്ത് കിട്ടും. അപ്പോൾ പ്ലാന്റ്സിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകാതെ നമ്മൾ അതിൻ്റെ താഴ്ഭാഗം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗത്തുള്ള ഈ കപ്പിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പ്ലാന്റ്സ് ഒന്നും കൂടി സേഫായിട്ട് വെക്കുവേ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന കപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ഇതിനകത്ത് കവർ ചെയ്ത് അതും സെല്ലോ ടേപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നവും വരത്തില്ല. ഇതിങ്ങനെ തന്നെ നല്ല രീതിക്ക് ഇരുന്നോളൂ. ഇനി ഇത് നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് നമ്മൾ റാപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി മുതൽ പെറ്റൂണിയ പ്ലാന്റ്സുകൾ മേടിക്കുന്ന കൂട്ടുകാർ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെച്ചോളൂ. നമ്മൾ ഈ ഒരു രീതിയിലാണ് പാക്കിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റോ ഒന്നും പ്ലാന്റ്സിന് വരത്തില്ല കേട്ടോ. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ് തെന്നി മാറി മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും തെന്നി മാറി മുന്നോട്ട് പോകത്തില്ല. ഇനി നമ്മൾ വീണ്ടും ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനകത്ത് റാപ്പ് ചെയ്താണ് പാക്കിങ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ പാക്കിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല ബോക്സിൽ നന്നായിട്ട് കവർ ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഹോൾസ് മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം
ഇതിൻ്റെ ഉള്ളിൽ ആവിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റ്സുകൾക്ക് എയർ സർക്കുലേഷൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാനും ഒക്കെ അത് പ്രയോജനകരമാകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ രീതിയിലാണ് ഇനി നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് ഒട്ടിച്ച് പിന്നെ നമുക്ക് ഇത് കൊറിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെറ്റൂണിയ പാക്ക് ചെയ്യുന്നത്. ഇന്നത്തെ പാക്കിംഗ് വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓരോ ക്യാഷിനും അത്രയധികം മൂല്യം കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് ഓരോ കസ്റ്റമറിൻ്റെ കയ്യിലും പ്ലാൻസ് എത്തിക്കുള്ളൂ കേട്ടോ. പിന്നെ DTDC സർവീസിൽ കുറച്ച് ഡിലേ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രാക്ക് ID ഇട്ട് തരുമ്പോഴത്തേക്കും അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് പ്ലാൻസ് എത്രയും പെട്ടെന്ന് മേടിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കിട്ടാത്ത കൂട്ടുകാർ വിഷമിക്കേണ്ട, അടുത്തതായിട്ട് നമ്മൾ അടുത്ത സെയിലും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.